കർത്താവായ ദൈവത്തിൻ്റെ അതിധന്യമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ദൈവസഭ എന്നുള്ള വിഷയമാണ് നമ്മളിവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. യേശുക്രിസ്തു തൻ്റെ ശിഷ്യനായ പത്രോസിനോട് പറയുന്ന ഒരു ഭാഗമാണിത്. യേശുക്രിസ്തു ആരാണ് എന്ന് ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ ഭക്തനായ പത്രോസ് പറയുന്നു, മത്തായി സുവിശേഷം 16:16, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് പറയുമ്പോൾ അതിൻ്റെ മറുപടി എന്നവണ്ണം യേശുക്രിസ്തു പത്രോസിനോട് പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഇപ്പം ഇവിടെ പാറയെന്നുള്ളത് പത്രോസല്ല, മറിച്ച് പത്രോസിന് ദൈവത്താൽ ലഭിച്ച വെളിപ്പാടാണ് ആ പാറ. അതായത് യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള വെളിപ്പാട്. ആ വെളിപ്പാടിലാണ് ദൈവസഭയുടെ പണി യേശു ക്രിസ്തു ചെയ്യുന്നത്. മത്തായി സുവിശേഷം 16:18 കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവിൻ്റെതാണ് സഭ, അതിനെ പണിയുന്നത് കർത്താവാണ്. അപ്പോൾ ഇവിടെ തിരുവെഴുത്തിൽ അനേക ഭാഗങ്ങളിൽ ദൈവത്തെ പാറ എന്നതായിട്ട് ഉപമിച്ചിട്ടുണ്ട്. പാറ. സങ്കീർത്തനങ്ങൾ 89:26 വാക്യം. സങ്കീർത്തനങ്ങൾ 89:26. എസ്രാഹ്യനായ ഏഥാൻ്റെ ഒരു ധ്യാനമാണ് ആ സങ്കീർത്തനം. അതിൽ പ്രവചന സ്വഭാവമുള്ള ഒരു വചനമുണ്ട്. അതാണ് സങ്കീർത്തനങ്ങൾ 89:26. അവൻ എന്നോട്, നീ എൻ്റെ പിതാവ്, എൻ്റെ ദൈവം, എൻ്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും. ഇത് ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. സങ്കീർത്തനങ്ങൾ 92:15. സങ്കീർത്തനങ്ങൾ 92:15. യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങളിൽ ദൈവത്തെ പാറയെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആവർത്തനം 32:3-4. ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും, നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പിൻ. അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെ ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. ഇവിടെ ദൈവത്തെ പാറ എന്ന് ഉപമിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് പാറ എന്ന്
ഉപമിക്കുന്നതെന്ന് ഇവിടെ ഒന്ന് വിശദമാക്കുകയാണ്. ദൈവം അവിടുത്തെ പ്രവൃത്തി അത്യുത്തമം. ദൈവത്തിൻ്റെ വഴികളൊക്കെയും ന്യായം. അവിടുന്ന് വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. അപ്പോൾ ഇവിടെ ദൈവത്തെ പാറയെന്ന് ഉപമിക്കുന്നത് അവിടുത്തെ സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ, അവിടുത്തെ കരുതലിനുള്ള ബന്ധത്തിൽ, അവിടുത്തെ നീതിയുള്ള ബന്ധത്തിൽ, ചുരുക്കത്തിൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ ആ കരുണയും സ്നേഹവും മനസ്സലിവിനെയും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ട് അവിടെ പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തുകയാണ്, യഹോവ ദൈവം നമ്മുടെ പാറ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ പാറയെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 4-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട മരുഭൂമിയിൽ എത്തിച്ചേർന്ന ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ ചെങ്കടൽ കടന്നു, ദൈവത്തിൻ്റെ സംരക്ഷണം അഗ്നിത്തൂണായും മേഘസ്തംഭമായും ഒക്കെ അനുഭവിച്ചു. മരുഭൂമിയിൽ അവർക്ക് ദൈവം മന്നയും കാടപ്പക്ഷിയും കൊടുത്തു. മരുഭൂമിയിൽ ദൈവം അവർക്ക് വെള്ളം കൊടുത്തു. അവർക്ക് ലഭിച്ച വെള്ളത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. ഇവിടെ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ആത്മീയമായ അർത്ഥത്തിനപ്പുറമായിട്ട് ഭൗതികമായി അവർ അനുഭവിച്ച ആ കരുതലിനെക്കുറിച്ചും കൂടാണ് ഇവിടെ ഊന്നി പറയുന്നത്. മരുഭൂമിയിൽ അവർക്ക് പാറയിൽ നിന്ന് ദൈവം ജലം കൊടുത്തു. ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് ആ പാറ ക്രിസ്തുവായിരുന്നു എന്നാണ്. അതായത് കർത്താവിൻ്റെ കരുതൽ. കർത്താവ് അക്ഷരികമായിട്ട് പാറയൊന്നുമല്ല, എന്നാൽ പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത് ജനത്തെ പോഷിപ്പിക്കുവാൻ തക്കവണ്ണം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് ജീവനുള്ള ദൈവമായിരുന്നു. അതാണിവിടെ പരിശുദ്ധാത്മാവ് 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, പാറയെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണ്. അതൊരിക്കലും പത്രോസിന് വേണ്ടിയുള്ളൊരു പദപ്രയോഗമല്ല. അവിടെ പത്രോസിനെ യേശു കർത്താവ് ഈ പാറമേലെന്ന് പറയുമ്പോൾ അത് പത്രോസിന് പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാടാണ്. അത് മറ്റൊന്നുമല്ല, യേശു ക്രിസ്തു
ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള വെളിപ്പാട്. വീണ്ടും പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശുക്രിസ്തുവിനെ കല്ല്, പാറ എന്നുള്ള അർത്ഥത്തിലൊക്കെ തിരുവെഴുത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10-4 ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിനെ പാറയെന്ന് വിശേഷിപ്പിക്കുമ്പോൾ തന്നെ മറ്റ് പല ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിനെ കല്ല് എന്നുള്ള തരത്തിൽ പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എഫേസ്യ ലേഖനം 2 20-22 വരെ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഇത് ദൈവസഭയുടെ വളർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ തന്നെ യേശുക്രിസ്തുവിനെ മൂലക്കല്ലായിട്ട് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. മൂലക്കല്ലാണ് പണിയുടെ ആധാരം. മൂലക്കല്ലിൽ നിന്നാണ് പണി തുടങ്ങുന്നത്. ഇവിടെ ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ അത് അസന്ദിഗ്ധമായിട്ട് അവിടെ പ്രസ്താവിക്കുകയാണ്. ക്രിസ്തുയേശു ആണ് മൂലക്കല്ല്. അതിൻ്റെ മേൽ എന്ത് ചെയ്യുന്നു? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോൾ അടിസ്ഥാനം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. അപ്പോൾ തന്നെ മൂലക്കല്ല് യേശുക്രിസ്തുവാണ്. ഈ വാക്യവുമായി മത്തായി സുവിശേഷം 16-18 ബന്ധിപ്പിക്കുമ്പോൾ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് കർത്താവ് പറയുമ്പോൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തെ അവിടെ കർത്താവ് വിശദമാക്കുകയാണ്. അതെന്താണ്? യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ദൈവം എന്നുള്ള വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവസഭയുടെ പണി മുന്നോട്ട് പോകുന്നത്. അതാണ് കർത്താവ് അവിടെ വ്യക്തമാക്കുന്നത്. എഫേസ്യ ലേഖനം 2-21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. 22 വാക്യം അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസം ആകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ഇവിടെ ദൈവസഭയുടെ പണിയെക്കുറിച്ച് വ്യക്തമായിട്ട് കർത്താവ് വിവരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വിവരിക്കുകയാണ്. വ്യക്തമായി പരിശുദ്ധാത്മാവ് ഇവിടെ വിവരിക്കുകയാണ്. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അപ്പോൾ ദൈവസഭയെ കെട്ടിടം എന്നുള്ള തരത്തിൽ എന്ത് ചെയ്തിരിക്കുക? ഊഹിച്ചിരിക്കുക. അതേസമയം വിശുദ്ധ മന്ദിരമായി വളരുന്നു. ആ കെട്ടിടം എന്താണ്? വിശുദ്ധ മന്ദിരമാണ്. 22 വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വിശുദ്ധ മന്ദിരത്തിൽ ചേർന്നു വരുന്ന
കല്ലുകൾ അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ തിരുനിവാസമാകേണ്ടതിന് ആത്മാവിനോട് ഒന്നിച്ചു പണിത് വരുന്നു. അപ്പോൾ വിശുദ്ധന്മാരെ മൂലക്കല്ലായ യേശുക്രിസ്തുവിനോട് ചേർത്ത് പണിയുന്ന കല്ലുകളായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. പക്ഷേ ഇവിടെ ജീവനുള്ള കല്ലുകളാണ്. അത് നാം ഓരോരുത്തരുമാണ്. അവിടെ ആ പണി നടക്കുന്നത് ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിനാണ്, ദൈവത്തിന് വസിക്കേണ്ടതിനാണ്. അപ്പോൾ മൂലക്കല്ലായിരിക്കുന്ന യേശുക്രിസ്തുവിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ ജീവനുള്ള കല്ലുകളായ ശിഷ്യന്മാരെ ചേർത്തുകൊണ്ട് സഭയുടെ പണി കർത്താവ് മുന്നോട്ട് നടത്തുകയാണ്. ഇവിടെ യേശുക്രിസ്തുവിനെ വ്യക്തമായിട്ട് മൂലക്കല്ലെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നോക്കണം, 1 പത്രോസ് 2-ാമത്തെ അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 2-ാമത്തെ അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. 6-ാമത്തെ വാക്യം. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കായാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വെച്ചുമിരിക്കുന്നു. ഇവിടെ സങ്കീർത്തന ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ ജീവനുള്ള കല്ലായി പരിശുദ്ധാത്മ ഉയർത്തിക്കാട്ടുകയാണ്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്, യേശുക്രിസ്തുവിനെ കുറിച്ചാണത്, നിങ്ങളും ജീവനുള്ള കല്ലുകളെന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പോൾ ഇവിടെയും സഭയുടെ ഒരുമിച്ചുള്ള മുന്നേറ്റത്തെയും വളർച്ചയെയും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്, യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട്. അപ്പോൾ യേശുക്രിസ്തുവാണ് ജീവനുള്ള കല്ല്, യേശുക്രിസ്തുവാണ് പാറ. 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ യേശുക്രിസ്തു ജീവനുള്ള പാറ. ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ കുടിക്കുവാൻ വെള്ളം കൊടുത്ത പാറ. ആ പാറയായ ക്രിസ്തു, അത് പണിയുള്ള ബന്ധത്തിൽ പറയുകയാണ്. തിരുവെഴുത്ത് നമുക്ക് അനേകം ഭാഗങ്ങളിൽ യേശുക്രിസ്തു തന്നെ ഉപമകളായിട്ട് തന്നെ പലതിനോടും സാദൃശ്യപ്പെടുത്തുന്നുണ്ട്. അത് ആത്മീയമായ വിഷയങ്ങളുള്ള ബന്ധത്തിൽ
അവിടുന്ന് തുറക്കുന്ന വഴികളെക്കുറിച്ചാണത് പറയുന്നത്. ഇവിടെയും ദൈവസഭ എന്നുള്ള പണിയുടെ ബന്ധത്തിൽ മൂലക്കല്ല്, അതിൻ്റെ ആധാരം യേശുക്രിസ്തുവാണ്. അതാണ് ഇവിടെ ഊന്നി പറയുന്നത്. മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിലും പത്രോസിനോട് ഈ പാറമേ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറയുമ്പോൾ കർത്താവ് പത്രോസിനെ പാറയെന്ന് പറയുകയല്ല, പത്രോസ് പ്രാപിച്ച വെളിപ്പാടാണ് പാറ. അതെന്താണ്? യേശുക്രിസ്തു, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ദൈവസഭയുടെ പണി മുഴുവൻ നടക്കുന്നത് അതിൻ്റെ മേല. കർത്താവ് പറയുന്നത് ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവിൻ്റെതാണ് സഭ, അതിനെ പണിയുന്നത് കർത്താവാണ്. അതാണ് പാറ. എന്നാൽ ആ വെളിപ്പാട് പ്രാപിച്ച ക്രിസ്തു ശിഷ്യന്മാരാണ് ആ പണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതും പരിശുദ്ധാത്മാവിൽ. സ്വന്തമായ കഴിവുകളോ സാഹചര്യങ്ങളോ അവരുടെ അസ്തിത്വമോ ഗുണഗണങ്ങളോ ഒന്നുമല്ല അതിനാധാരം. സ്നേഹത്താൽ പ്രാണപ്രിയൻ്റെ കൃപയുടെ മുമ്പാകെ സമർപ്പിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വസിച്ചുകൊണ്ട് ദൈവസഭയുടെ പണിക്ക് വേണ്ടി അവനെ ഉപയോഗിക്കുകയാണ്. അതിനായുള്ള സമർപ്പണമാണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. നോക്കണമേ, ആ രീതിയിൽ യേശുക്രിസ്തു മൂലക്കല്ലായിരിക്കുന്നു. അതേസമയം 1 Pത്രോസ് 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വിശ്വസിക്കാത്തവർക്ക് അത് ഇടർച്ചക്കല്ലാകുന്നു, തടങ്ങൽ പാറയാകുന്നു. വിശ്വസിക്കുന്നവർക്കോ അവർ ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ആ പണി അതാണ് നടക്കുന്നത്. വിശുദ്ധ പുരോഹിത വർഗമായിട്ട് പണിയുകയാണ്. ദിനംതോറും പണി നടക്കുകയാണ്. അതുതന്നെയാണ് നമ്മൾ ആ യാഗത്തെക്കുറിച്ച് റോമാലേഖനം 12-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. റോമാലേഖനം 12-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. അവിടെ ഈ ആത്മീയാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. റോമാലേഖനം 12-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ ഈ വാക്യങ്ങൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ യാഗമാരാണ്? നാം തന്നെയാണ്. മന്ദിരമാരാണ്? നാം തന്നെയാണ്. അപ്പോൾ നമ്മെ വിശുദ്ധിയുള്ള, ദൈവത്തിന് പ്രസാദമുള്ള, ജീവനുള്ള യാഗമായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പണി നമ്മൾ ചെയ്യുന്നു. അത് പരിശുദ്ധാത്മാവിൽ ചെയ്യുകയാണ്. അതിൻ്റെ അടിസ്ഥാനം എവിടാ? യേശുക്രിസ്തു. അതാണ് മൂലക്കല്ലായ യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തു എന്ന മൂലക്കല്ലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് നീങ്ങുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തെ വിശാലമായ അർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് ഒരു പണിയോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതേസമയം തന്നെ മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആത്മീയ ജീവിതത്തിൻ്റെ പണിയെ യേശുക്രിസ്തു തന്നെ പാറമേലുള്ള പണിയായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായം 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായം 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അവിടെ വചനം കേട്ട് അനുസരിക്കേണ്ടുന്ന ആവശ്യതയെക്കുറിച്ച് പറയുകയാണ്. 21-ാമത്തെ വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. 23-ാമത്തെ വാക്യം.
അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന് തീർത്തു പറയും. 24-ാമത്തെ വാക്യം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. 25. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. മണലിന്മേൽ വീട് പണിത ഒരുവൻ്റെ ആ വീട് തകർന്നു പോകുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇവിടെ 21, 22 വാക്യങ്ങളിൽ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ആ മനസ്ഥിതിയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നു. 23-ാമത്തെ വാക്യത്തിൽ കർത്താവോട് പ്രതികരിക്കുന്നത് കാണുന്നു. അപ്പോൾ ഈ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കിയതും വീര്യപ്രതികൾ ചെയ്തൊന്നും അതിൽ തന്നെ തെറ്റല്ല. പക്ഷേ വിഷയം അതിനോടൊപ്പം എന്ത് ചെയ്യണം? ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും, അതാണ് കർത്താവ് ഊന്നൽ കൊടുക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പണി, ആത്മീയ ഗൃഹമായി പണിയുന്നതിന് നമ്മളിൽ നടക്കേണ്ടുന്ന പരമപ്രധാനമായ വസ്തുത, നാം എന്തു ചെയ്യുന്നവരായിരിക്കണം? വചനം കേട്ട് അത് ചെയ്യുവാൻ നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം. അതാണ് ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇവിടെ പാറയെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ആ പാറമേലാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ സഭയെ പണിയുന്നത്. സഭയുടെ യജമാനനും പണി നടത്തുന്നതും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അതിൻ്റെ എല്ലാ മേൽനോട്ടവും അതിൻ്റെ ഓരോ വിലയും അതിനുവേണ്ടി സ്വന്തം രക്തം കൊടുത്ത യേശുക്രിസ്തു തന്നെയാണ്. നമുക്ക് ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. നമ്മളെ വിളിച്ച, ജീവനെ തന്ന അരിമനാഥന് വേണ്ടി സമർപ്പണത്തോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.